പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സൺഡേ സ്കൂളിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 23-ാമത്തെ അധ്യായമാണ്. ഇതും ഒരു രാജാവിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നമ്മൾ കുറേ രാജാക്കന്മാരെയൊക്കെ പറ്റി പഠിച്ചു അല്ലേ? ആ രാജാക്കന്മാരൊക്കെ ചിലർ ദൈവത്തിൻ്റെ വഴികളിൽ നടന്നു, എന്നാൽ ചിലർ ദൈവത്തിൻ്റെ വഴികൾ വിട്ടു നടന്നു. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാതിരുന്നവർക്ക് ദൈവം ശിക്ഷ കൊടുത്തതൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഒരു ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാതിരുന്ന ഒരു രാജാവിൻ്റെ കഥയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ടുമാറി ദൈവത്തിൽ നിന്ന് അകന്നുപോയി ജീവിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അന്ത്യം വളരെ ദാരുണമായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ പഠിക്കുന്നത്? നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ദുഃഖം വരും അല്ലേ? എന്താ കാര്യം? നമ്മൾ ഈ കഥകളിലൂടെ മനസ്സിലാക്കണം, ദൈവവഴി വിട്ട് നടക്കുന്നവർക്ക് ദൈവം ശിക്ഷ നൽകുമെന്നും അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളിൽ ദൈവം ഇടപെടാതിരിക്കുമെന്നും നാം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ അത് മനസ്സിലായ നാം ആ വഴി വിട്ട് ദൈവത്തിൻ്റെ വഴികളിലേക്ക് നടക്കണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പാഠം തുടങ്ങാം അല്ലേ? ഈ പാഠത്തിൻ്റെ ഒരു പ്രത്യേകത, കുറേ പേരുകളുണ്ട്, സിമിലറായിട്ടുള്ള പേരുകൾ. ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ കൺഫ്യൂസിങ് ആയിരിക്കും. എന്നാലും നമുക്ക് നോക്കാം. സിദക്കിയാവ് എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. അപ്പോൾ സിദക്കിയാവ് രാജാവിനെ കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. സിദക്കിയ രാജാവിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് അതിന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് സിദക്കിയാവ് രാജാവിലേക്ക് വരാം. യോശിയാവിൻ്റെ മകനായ യെഹോവാഹാസ് എന്ന ആള് രാജാവായി. നമുക്കറിയാം, 2 രാജ്യങ്ങളുണ്ടായിരുന്നു, ഇസ്രായേൽ എന്നും യഹൂദ എന്നും ഇല്ലേ? യഹൂദയിലെ രാജാവായിരുന്നു ഈ യോശിയാവ്. ഏകദേശം 20 രാജാക്കന്മാർ മാറി മാറി ഭരിച്ചു യഹൂദയിൽ. ഈ സിദക്കിയാവ് എന്ന് പറഞ്ഞ രാജാവ് 20-ാമത്തെ രാജാവാണ്. അപ്പോൾ ഈ യെഹോവാഹാസ് എന്ന് പറഞ്ഞ മനുഷ്യൻ യോശിയാവ് രാജാവിൻ്റെ മകനായിരുന്നു. അദ്ദേഹം യഹൂദയിൽ രാജഭരണം ഏറ്റെടുത്തു. ഏകദേശം താൻ 3 മാസം രാജഭരണം നടത്തി കഴിഞ്ഞപ്പോൾ ഫറവോ നെക്കോ എന്ന് പറഞ്ഞ രാജാവ്, അതായത് മിസ്രൈമിലെ രാജാവായിരുന്ന ഫറവോ നെക്കോ വന്ന് ഇദ്ദേഹത്തെ കീഴടക്കി പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അതിനുശേഷം എലിയാക്കീം അദ്ദേഹത്തിൻ്റെ സഹോദരനായ എലിയാക്കീമിനെ രാജാവാക്കി മാറ്റി. ഈ എലിയാക്കീമിൻ്റെ പേര് പിന്നീട് യഹോയാക്കീം എന്ന പേര് മാറ്റി. അദ്ദേഹം യഹൂദയിൽ രാജഭരണം ഏറ്റെടുത്തു. അവൻ്റെ രാജ്യത്വം ഏകദേശം 11 വർഷമായിരുന്നു. അവൻ രാജാവായതിനു ശേഷം ഏകദേശം 3 വർഷം കഴിഞ്ഞപ്പോൾ താൻ ബാബേലിലെ രാജാവായ നെബൂഖദ്നേസറുമായിട്ട് മത്സരിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈ നെബൂഖദ്നേസർ രാജാവ് വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിസ്കിയ രാജാവിൻ്റെ മകനായ മനശ്ശയുടെ കാലത്ത് താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കാതെ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചതുകൊണ്ട് അതിൻ്റെ അനന്തരഫലം എന്ന വണ്ണം ഈ രാജാവ്, ബാബേലിലെ രാജാവ് വന്ന് ഇവരെ പിടിച്ചുകൊണ്ടുപോയി. അരാമ്യർ, മോവാബ്യർ, അമോന്യർ ഇവരെല്ലാം ഈ യഹൂദക്കെതിരെ വന്ന് അവരോട് യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. ഈ ശത്രുക്കളെല്ലാം ഒരുമിച്ച് വന്നപ്പോൾ യെഹോയാക്കീം രാജാവിന് നിൽക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് അവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. കാരണം താനും ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. യെഹോയാക്കീമിൻ്റെ മരണശേഷം അവൻ്റെ മകനായ യെഹോയാക്കീൻ രാജാവായി. ഇതാണ് ഞാൻ പറഞ്ഞത് കൺഫ്യൂസിങ് ആണെന്ന്. യെഹോയാക്കീം പിതാവായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ യഹോയാക്കീൻ അദ്ദേഹം രാജഭരണം ഏറ്റെടുത്തു. അദ്ദേഹം ഏകദേശം 3 മാസം ഇങ്ങനെ രാജാവായിട്ടിരുന്നതിന് ശേഷം 3 മാസത്തിന് ശേഷം നെബൂഖദ്നേസർ രാജാവ്, ബാബേലിലെ രാജാവ് എന്നിവരെ നിരോധിക്കുകയാണ് ഉണ്ടായിരുന്നത്. നിരോധിച്ച് അവരെ തോൽപ്പിച്ച് ആ രാജ്യത്തിലുള്ള യഹൂദയിലുള്ള എല്ലാ കഴിവുള്ളവരെ, അതായത് കൽപ്പണിക്കാർ, മരപ്പണിക്കാർ, കൗശലപ്പണിക്കാർ, അങ്ങനെയുള്ള എല്ലാ കഴിവുള്ളവരെയും അദ്ദേഹം പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക് പോയി. പിന്നെ കുറേ ക്ഷീണിതരായ, ബലഹീനരായ ആളുകൾ മാത്രമായിരുന്നു എവിടെ ശേഷിച്ചത്? യഹൂദയിൽ അല്ലെങ്കിൽ യെരൂശലേമിൽ ശേഷിച്ചത്. അപ്പോൾ ബലമുള്ള, കഴിവുള്ള ആളുകളെല്ലാം നെബൂഖദ്നേസർ രാജാവ് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. കഴിവില്ലാത്തവരാണ് യഹൂദയിൽ ശേഷിച്ചത്. അപ്പോൾ ഈ കഴിവില്ലാത്തവർക്ക് വേണ്ടി നെബൂഖദ്നേസർ രാജാവ് തന്നെ രാജ്യത്വം ഭരമേൽപ്പിച്ച ആളാണ് സിദക്കിയാവ്. അപ്പോൾ സിദക്കിയാവ് രാജാവിൻ്റെ പ്രജകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബലഹീനരായിട്ടുള്ള ആളുകളായിരുന്നു. അങ്ങനെ സിദക്കിയാവ് രാജ്യത്വം
ഏറ്റെടുത്തും താൻ ഭരിക്കാൻ തുടങ്ങി. അവൻ ഏകദേശം 21 വയസ്സുള്ളപ്പോഴാണ് താൻ രാജാവാകുന്നത്. 11 വർഷം അവൻ യെരുശലേമിൽ വാണു. ഏകദേശം 11 വർഷം അവൻ രാജഭരണം നടത്തി. എന്നാൽ അവൻ്റെ വാഴ്ചയുടെ 9ാമത്തെ വർഷം ഈ നെബൂഖദ്നേസർ രാജാവ് എല്ലാ സൈന്യവുമായിട്ട് യെരുശലേമിനെ വന്ന് അതിനെ നിരോധിക്കാൻ തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെബൂഖദ്നേസർ രാജാവാണ് സിദെക്കീയാവിനെ രാജാവാക്കിയത്. പക്ഷേ ഇദ്ദേഹം എന്തു ചെയ്തു? ഈ നെബൂഖദ്നേസർ രാജാവിനോട് മത്സരിക്കാൻ തുടങ്ങി. മത്സരിച്ചപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഇവൻ്റെ ആഴ്ചയുടെ 9ാം സംവത്സരം വന്ന് ഇവനെ ആക്രമിക്കാൻ തുടങ്ങി. ഈ സിദെക്കീയ രാജാവിൻ്റെ ആദ്യത്തെ പേരെന്തായിരുന്നെന്ന് അറിയാമോ? മത്തന്യാവ് എന്നായിരുന്നു. ഇദ്ദേഹം യെഹോയാക്കീനിൻ്റെ അങ്കിളായിരുന്നു. ഈ യെഹോയാക്കീൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ അങ്കിളായിരുന്നു മത്തന്യാവ്. മത്തന്യാവിനെയാണ് നെബൂഖദ്നേസർ രാജാവാക്കിയത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി സിദെക്കീയാവ് എന്നാക്കി. അപ്പം 9ാമത്തെ വർഷമായപ്പോഴത്തേക്ക് നെബൂഖദ്നേസർ വന്ന് നിരോധിച്ചു. 11ാമത്തെ വർഷം യെരുശലേമിൽ വളരെയധികം ക്ഷാമമുണ്ടായി. ആളുകൾക്കൊന്നും ആഹാരമില്ലാതെയൊക്കെ ആയിത്തീർന്നു. ആളുകൾ മുഴുവനും വലഞ്ഞു. നെബൂഖദ്നേസറിൻ്റെ കൽദയ സൈന്യം നഗരമതിൽ വളഞ്ഞിരിക്കെ ഈ രാജാവിൻ്റെ നെബൂഖദ്നേസർ രാജാവിൻ്റെ കൽദയറായിട്ടുള്ള അവരുടെ സൈന്യം വന്നിട്ട് ഈ യെരുശലേമിനെ വളഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സിദെക്കീയാവിൻ്റെ പ്രജകളോട് ഈ മതിൽ പൊട്ടിച്ച് ഓടിപ്പോകാൻ ശ്രമിച്ചു. അങ്ങനെ ഓടിപ്പോയാൻ ശ്രമിച്ച സിദെക്കീയാവിനെ നെബൂഖദ്നേസറും അവരുടെ സൈന്യവും ചേർന്ന് പിടിച്ചെടുത്തു. അപ്പോൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് സിദെക്കീയാവ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തനിക്ക് സംഭവിച്ചത്. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തനിക്ക് സംഭവിക്കാൻ കാരണം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് താൻ ചെയ്തു. യിരെമ്യാ പ്രവാചകൻ തന്നോട് വന്ന് ദൈവാലോചന പറഞ്ഞപ്പോൾ അത് കേട്ട് താൻ അനുസരിച്ചില്ല. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചു. നെബൂഖദ്നേസർ രാജാവാണ് തന്നെ രാജാവാക്കിയത്. ബലഹീനരായ ജനങ്ങൾക്ക് വേണ്ടി രാജാവാക്കിയത് നെബൂഖദ്നേസർ രാജാവാണ്. പക്ഷേ ആ രാജാവിനോടും താൻ മത്സരിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ തൻ്റെ കാലഘട്ടത്തിൽ പുരോഹിതന്മാരും ജനവുമെല്ലാം വളരെ അകൃത്യങ്ങൾ നടത്തുവാൻ തുടങ്ങി, അകൃത്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ അകൃത്യങ്ങൾ ചെയ്തതുകൊണ്ട് അവരെ ദൈവത്തോട് അടുപ്പിക്കാഞ്ഞതും അവനെതിരെ പാപമായി തീർന്നു. ദൈവാലയത്തെ ശുദ്ധമാക്കാതെ അത് അശുദ്ധമാക്കി. അതുകൊണ്ട് ദൈവം അവരോട് കോപിച്ചു. അപ്പോൾ സിദെക്കീയാവ് ചെയ്ത പാപങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ മാത്രമല്ല തൻ്റെ കൂടെയുള്ള ജനങ്ങളെയും പുരോഹിതന്മാരെ എല്ലാം പാപത്തിലേക്ക് വലിച്ചിഴച്ചു. ആലയം വിശുദ്ധമാക്കാതെ അശുദ്ധമാക്കി. തനിക്ക് നന്മ ചെയ്ത തന്നെ രാജാവാക്കി മാറ്റിയ നെബൂഖദ്നേസർ രാജാവിനോട് അവൻ മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ ആ രാജാവിനെ ദൈവം സിദെക്കീയാവിന് എതിരാക്കി. ഏകദേശം 3 വർഷങ്ങൾ നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിനെ നിരോധിച്ചു. അതിനുശേഷം വിധേയപ്പെടാൻ തയ്യാറാകാത്ത സിദെക്കീയാവിനെ നെബൂഖദ്നേസർ പിടിച്ചു. അപ്പം സിദെക്കീയാവ് വളരെയധികം ഹൃദയകാഠിന്യമുള്ള മനുഷ്യനായിരുന്നിരിക്കാം. കാരണം ഏകദേശം 3 വർഷം ആ ഒരു പട്ടണത്തെയും രാജാവിനെയും പ്രജകളെയും നിരോധിച്ചുകൊണ്ടിരുന്ന ആളാണ് നെബൂഖദ്നേസർ രാജാവ്. എന്നാൽ അതിന് വിധേയപ്പെടാതെ തൻ്റെ ഹൃദയത്തെ കാഠിന്യമാക്കി മുമ്പോട്ട് പോയതുകൊണ്ട് നെബൂഖദ്നേസർ ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തു. തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ പുത്രന്മാരെ എല്ലാം നെബൂഖദ്നേസർ കൊന്നുകളഞ്ഞു. അതിനുശേഷം ഈ സിദെക്കീയാവിൻ്റെ 2 കണ്ണുകളും കുത്തിപ്പൊട്ടിച്ചു, അല്ലെങ്കിൽ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്തു, അല്ലെങ്കിൽ കുത്തിപ്പൊട്ടിച്ചു. അവനെ 2 ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി. നെബൂഖദ്നേസറിൻ്റെ സൈന്യാധിപനായ നെബൂസറദാൻ വന്ന് യെരുശലേമിനെ നിരോധിച്ചു. എന്നിട്ട് താൻ അവിടെയുള്ള ആലയത്തിലെ ഭണ്ഡാരത്തിലുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് ബാബേലിലേക്ക് പോയി. അതുപോലെ തന്നെ യെരുശലേമിലുള്ള യൗവനക്കാരെ ആ ആലയത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് കൊന്നുകളഞ്ഞു. അപ്പോൾ ഈ സിദെക്കീയാവിനെ പിടിച്ചുകൊണ്ട് പോയി അതിനുശേഷം യൗവനക്കാരെ മൊത്തം ആലയത്തിനുള്ളിൽ വെച്ച് കൊന്നുകളഞ്ഞു. അതുപോലെ തന്നെ ആലയത്തിലെ ഉപകരണങ്ങൾ, ദൈവത്തിന് വിശുദ്ധമായ ഉപകരണങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് ബാബേലിലേക്ക് പോയി. യഹോവയുടെ ആലയവും രാജധാനിയും യെരുശലേമിലെ എല്ലാ വീടുകളും പ്രധാനപ്പെട്ട കെട്ടിടങ്ങളും എല്ലാം തീ വെച്ച് ചുട്ടുകളഞ്ഞു. വളരെയധികം മതിലുകളുള്ള ഒരു പട്ടണമായിരുന്നു. ആ മതിലുകളെല്ലാം ഇടിച്ചു കളഞ്ഞു. ബാബേൽ രാജാവിനെ അഭയം ചൊല്ലിയവർ, അതായത് ബാബേൽ രാജാവെ ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അവനോട് അഭയം ചൊല്ലിയവരെയും പുരുഷാരത്തിൽ ആരോഗ്യമുള്ളവരെ
ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ആരോഗ്യമില്ലാത്തവരുടെ രാജാവായിരുന്നു സിദക്കിയാവ്. പക്ഷെ അതിനകത്തും ചില ആരോഗ്യമുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ ആരോഗ്യമുള്ളവരെയും ബാബേൽ രാജാവിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായവരെയും ഈ നെബൂസറദാൻ പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ യഹൂദയുടെ ചരിത്രം നാശത്തിൽ അവസാനിച്ചു. ഏകദേശം 20 രാജാക്കന്മാർ ഭരിച്ച് സിദക്കിയാവ് എന്ന രാജാവോടുകൂടി യഹൂദ എന്ന രാജ്യം അവിടെ അസ്തമിക്കുകയാണ്. യഹോവയുടെ വഴികളിൽ നടക്കാത്തതുകൊണ്ട് താൻ മാത്രമല്ല തൻ്റെ പ്രജകളും അതിന് പരിണിതഫലം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ സ്നേഹിച്ച് ദൈവപ്രമാണങ്ങളെ അനുസരിക്കുന്നവർക്ക് ദൈവം എന്നും സംരക്ഷകനായിരിക്കും. ദൈവം അവരെ സൂക്ഷിക്കും. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഈ തലമുറയിൽ അവൻ നമ്മെ സൂക്ഷിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവവഴിയിൽ നടന്നാൽ ദൈവം നമ്മളെ സൂക്ഷിക്കും. നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല. നമ്മുടെ തീരുമാനം ഇതായിരിക്കണം, ദൈവത്തിൻ്റെ വഴികളിൽ ഞാൻ സദാ നടക്കുമെന്നും എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന താല്പര്യം ദൈവത്തിൻ്റെ കാര്യങ്ങളാണെന്നും നാം തീരുമാനമെടുക്കണം. നമ്മുടെ ഈ പാഠത്തിലെ മനപ്പാഠം ഇതാണ്: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. സങ്കീർത്തനങ്ങൾ 128:1. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നമുക്ക് നേറ്റു പറഞ്ഞാലോ? യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. സങ്കീർത്തനങ്ങൾ 128:1. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് സിദക്കിയാവ് രാജാവിനെ കുറിച്ചാണെങ്കിലും തനിക്ക് മുമ്പുണ്ടായിരുന്ന കുറേ രാജാക്കന്മാരെ പറ്റി നമ്മൾ പഠിച്ചു. യോശിയാവ് എന്ന് പറഞ്ഞ രാജാവിൻ്റെ മകനായ യഹോവാഹാസ്, അദ്ദേഹം യെരുശലേമിൽ യോശിയാവിന് പകരം രാജാവായി 3 മാസത്തെ ഭരണത്തിനുള്ളിൽ ഫറവോ നെക്കോ എന്ന് പറഞ്ഞ മിസ്രൈം രാജാവ് പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം അവൻ്റെ സഹോദരനായ എലിയാക്കീം രാജാവായി. എലിയാക്കീമിന് അവൻ്റെ പേര് മാറ്റിയിട്ടു യഹോവക്കീം എന്നാക്കി. യഹോവക്കീമും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാഞ്ഞുകൊണ്ട് അവൻ്റെ മകനായ യഹോവക്കീൻ രാജാവായി. യഹോവക്കീനും മരണപ്പെട്ടതിന് ശേഷം തൻ്റെ രാജ്യത്തെ എല്ലാ ബലവാന്മാരെയും പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം ബലഹീനരായവർക്ക് വേണ്ടി രാജാവാക്കി നെബൂഖദ്നേസർ രാജാവാക്കിയ ആളാണ് മത്തന്യാവ് എന്ന് പേരുണ്ടായിരുന്ന സിദക്കിയാവ്. അദ്ദേഹത്തിൻ്റെ കാര്യമാണ് നമ്മൾ പഠിച്ചത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, യഹൂദയിലെ 20ാമത്തെ രാജാവ് ആരായിരുന്നു? ആൻസർ സിദക്കിയാവാണ്. നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിനെ എത്ര വർഷം നിരോധിച്ചു? 3 വർഷമാണ് യെരുശലേമിനെ നിരോധിച്ചത്. സിദക്കിയാവിനെയും സൈന്യത്തെയും പിന്തുടർന്ന് പിടിച്ചത് ആര്? സിദക്കിയാവും അവൻ്റെ പടയാളികളും അവനെ പിന്തുടർന്ന് പിടിച്ചു. സിദക്കിയാവിൻ്റെ മറ്റൊരു പേരെന്ത്? മത്തന്യാവ് എന്നാണ് സിദക്കിയാവിൻ്റെ മറ്റൊരു പേര്. അപ്പോൾ ഈ പാഠം നന്നായി വായിക്കുക. ഒത്തിരി പേരുകളുണ്ട്, കൺഫ്യൂസിങ് ആണ് ആദ്യമേ. പക്ഷേ നിങ്ങൾ വായിച്ച് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ എല്ലാം മാറും. അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി വായിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, സിദക്കിയാവിൻ്റെ കഥ പഠിക്കുവാൻ ഞങ്ങൾക്കിടയായി. എന്നാൽ സിദക്കിയാവ് ജീവിച്ചതുപോലെ ജീവിക്കാതെ കർത്താവിൻ്റെ പാതകളിൽ നടപ്പാൻ ഞങ്ങളെ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിന് തുണ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഏതൊരവസ്ഥയിലും ഏത് കാര്യത്തിലും കർത്താവിനോട് ആലോചന ചോദിച്ച് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.